വാർത്ത. വയനാട്ടിൽ ഒരു വിദ്യാർത്ഥിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നതാണ്. കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം ഇതോടെ 17 ആയിരിക്കുന്നു. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അയച്ച വിദ്യാർത്ഥിയുടെ സാമ്പിൾ ഇപ്പോൾ പോസിറ്റീവായി എന്ന വിവരം വരുന്നു. അതോടൊപ്പം തന്നെ 21 പേർ ഇപ്പോൾ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 538 വിദ്യാർത്ഥികളാണ് രോഗലക്ഷണങ്ങളുമായി ഇതുവരെ ചികിത്സ തേടിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി കാളിദാസൻ ദേവദത്തം ഉണ്ട് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. കാളിദാസൻ, ഇവിടെ വീണ്ടും ഒരു ഷിഗല്ല കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് വയനാട്ടിൽ. നേരത്തെ രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും പിന്നെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതുമാണോ ഇപ്പോൾ പോസിറ്റീവായി വന്നിരിക്കുന്നത്? കൂടുതൽ കുട്ടികൾക്ക് ഇനി രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. എന്നാലും നിലവിൽ 21 പേരാണ് ബത്തേരിയിലെ വിവിധ ആശുപത്രികളിലായി ഈ ഷിഗല്ല രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ കൂടി ഫലം പോസിറ്റീവ് ആയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥി കൂടി, അതായത് കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥി തന്നെയാണ് ഇത്തവണയും ഷിഗല്ല സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 17 ആണ്. ഈ 17 വിദ്യാർത്ഥികളും കോളിയാടി AUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. നിലവിൽ സാഹചര്യം, അവരുടെ ആരോഗ്യനിലയെല്ലാം തൃപ്തികരമാണ്. എന്നിരുന്നാലും AUP സ്കൂളിലെ കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ കിണറുകളിലും അതോടൊപ്പം തന്നെ വാട്ടർ ഫിൽറ്ററുകളിലും അടക്കം ക്ലീനാക്കുന്നതിൽ, ശുദ്ധീകരിക്കുന്നതിലൊക്കെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതൊരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കോളിഫോം ബാക്ടീരിയയുടെയും ഒക്കെ തന്നെ സാന്നിധ്യം അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ അതിന്റെ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചതിന് ശേഷം, അതിന്റെ ഒരു വകഭേദം സംഭവിച്ച ശേഷമായിരിക്കാം ഇത്തരത്തിലൊരു ഷിഗല്ലയിലേക്ക് എത്തിയത് എന്നുള്ളതൊക്കെ തന്നെ ഒരു നിഗമനത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്തായാലും ജില്ലയിലെ ഇതിനെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 538 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളുമായി ഇതുവരെ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 21 പേരാണ് ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ ഷിഗല്ല രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത്. 17 വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ജില്ലയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. 17 വിദ്യാർത്ഥികൾക്ക് ഇതിനോടകം ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ ഒരു വിദ്യാർത്ഥി കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചെന്ന വിവരമാണ് കാളിദാസൻ ദേവദത്തം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.